പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവ എഴുത്തുകാർക്കുള്ള രചനയുടെ രസതന്ത്രം ശില്പശാല 24-25 തീയതികളിലായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടത്തും. 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന സാഹിത്യ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ സർഗശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ രചനയുടെ അതിവിശാലമായ ലോകത്തിലേക്ക് നയിക്കുക എന്നതാണ് ക്യാമ്പിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. പൊതുസമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ജാതീയതയും വർഗീയതയും കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗവും തുടങ്ങി എല്ലാ തെറ്റായ പ്രവണതകൾക്കുമെതിരെ അക്ഷരങ്ങൾ കൊണ്ടും സർഗാത്മകത കൊണ്ടും അതിരുകെട്ടി പ്രതിരോധിക്കുവാനാണ് ഇത്തരം സാഹിത്യ ക്യാമ്പുകളിലൂടെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ രചനയുടെ രസതന്ത്രം ക്യാമ്പിൽ പങ്കെടുത്ത 39 കുട്ടികളും ബ്ലോക്ക് പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 34 കുട്ടികളും എഴുതിയ രചനകൾ ഉൾപ്പെടുത്തി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പുറത്തിറക്കുന്ന പൂവട്ടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ 2022-23 വർഷത്തിലും നമ്മൾ ഒരു നല്ല പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇതേപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ എഴുത്തുകാരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി 2 ദിവസത്തെ ക്യാമ്പ് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വള്ളത്തോൾ കോളേജിൽ വെച്ച് നടത്തുകയും അവിടെ നിന്ന് ധാരാളം കുട്ടികളെ നമുക്ക് എഴുതാനും അതുപോലെ തന്നെ കഴിവുള്ള കുട്ടികളെ കവിതയും അതുപോലെ തന്നെ കഥയൊക്കെ എഴുതാൻ കഴിവുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തുന്നുണ്ടായി. അവർ അന്ന് എഴുതിയിട്ടുള്ള കഥകളൊക്കെ തന്നെ നമ്മൾ പുസ്തകമായിട്ട് പ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ ആ പുസ്തകം നമ്മൾ ഈ വരുന്ന 24-25 തീയതിയിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ വെച്ച് അത് പ്രകാശനം ചെയ്യും. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിൽ ചിത്രരചന അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളാണ് പുസ്തകത്തിലേക്ക് ആവശ്യമായ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടക്കുന്ന സാഹിത്യ സഹവാസ ക്യാമ്പിൽ ബ്ലോക്ക് പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 42 കുട്ടി എഴുത്തുകാരാണ് പങ്കെടുക്കുന്നത്. തീർച്ചയായും വികസനം എന്നുള്ളത് ഒരു മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അതിനപ്പുറത്തായിട്ട് ചിന്താശേഷിയുള്ള എഴുത്തിനോട് താല്പര്യമുള്ള പുതിയ നല്ല ആശയങ്ങളുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് കൂടി വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം കൂടെ നിർത്തിപ്പോകേണ്ടതാണ് എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് രചനയുടെ രസതന്ത്രം നവ എഴുത്തുകാർക്കുള്ള ശില്പശാല എന്നുള്ള ഒരു നൂതന ആശയം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. 2 ദിവസങ്ങളിലായി എഴുത്തുകാരായ പി സുരേന്ദ്രൻ, പി രാമചന്ദ്രൻ, എം സജീന്ദ്രൻ, ആര്യൻ കണ്ണന്നൂർ, ക്യാമ്പ് ഡയറക്ടർ കൂടിയായ രാമകൃഷ്ണൻ കുമരനെല്ലൂർ, അജിത്രി, വിജയൻ കോതമ്പത്ത്, എം മഞ്ജു തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകും. ഇങ്ങനെ ഒരു പ്രോഗ്രാം രചനയുടെ രസതന്ത്രത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ലക്ഷ്യമാകുന്നത് 5 മുതൽ 12ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ്. അവർ കഴിഞ്ഞ വർഷം എഴുതിയ കൃതി ഏതാണ്ട് 100ഓളം പേജുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല ലേഔട്ടാണ്, നല്ല പ്രിൻറ്റിംഗ് ആണ്, ചിത്രം വരച്ചിട്ടുണ്ട്, നല്ല കവിത ഉണ്ട്, കഥ ഉണ്ട്. അതിൻ്റെ പ്രകാശനത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് ആരംഭിക്കുക. ബഹുമാനപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആ ക്യാമ്പ് ആ പുസ്തകം പ്രസാദനം ചെയ്തുകൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. 12 സെഷനുകളുണ്ട്. അതും നയിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള തന്നെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. സുരേന്ദ്രനും രാമേന്ദ്രനും ലീലാകൃഷ്ണനും അതുപോലെ തന്നെ എം സജീന്ദ്രനും ഒക്കെയാണ് അതിൻ്റെ കൂടെ എഴുതുന്നത്. പ്രശസ്തരായ അനേകം സാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയ പൊന്നാനി കളരിയുടെ അതിവിശാലമായ സാഹിത്യ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി സാഹിത്യ ലോകത്തിലേക്ക് പുതിയ കുട്ടി എഴുത്തുകാരെ സംഭാവന ചെയ്യുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് രചനയുടെ രസതന്ത്രം ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഈ കുട്ടികൾക്ക് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേയധികം എഴുത്തുകാരുമായിട്ടും കവികളുമായിട്ടും ഒക്കെ അവർക്ക് നേരിട്ട് ചർച്ചകൾ ചെയ്യാനും സംവാദം നടത്താനുമുള്ള ഒരു അനുഭവം, പ്രത്യേകമായിട്ടുള്ള അനുഭവം കിട്ടുന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അവർക്കത് ലഭ്യമായതാണ്. ഈ വർഷം കുറച്ചുകൂടി പ്രശസ്തരായ ആൾക്കാരും ഒക്കെയായി അവർക്ക് സംവദിക്കാൻ കഴിയും. പിന്നെ അവരെഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ അത് നമ്മുടെ ഈ പൊന്നാനി താലൂക്കിലുള്ള മിക്കവാറും എല്ലാ ലൈബ്രറികളിലേക്കും മിക്കവാറും എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ ഈ കുട്ടികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഉറൂബും ഇടശ്ശേരിയും പിറന്ന നാട്ടിൽ ഉമ്മാച്ചുവും കുറ്റിപ്പുറം പാലവും മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത നാട്ടിൽ അക്ഷരങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും മായാജാലം തീർക്കുന്ന അരുതുകൾക്കെതിരെ ഭയമില്ലാതെ എഴുതുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം നൂതന പദ്ധതികളിലൂടെ ചെയ്യുന്നതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NR അനീഷ്, സെക്രട്ടറി S ലിജുമോൻ, ഹെഡ് അക്കൗണ്ടന്റ് PV സജികുമാർ എന്നിവർ അറിയിച്ചു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ
ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.